നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ വീഡിയോയിലിടുന്നത്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴമീനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3.5 കിലോയുടെ ഒരു മീനായിരുന്നു. ഞങ്ങളിവിടെ ഇതിന് പറയുന്നത് മിർഗായിൽ എന്നാണ്. അപ്പം ഞാൻ ഈ മീൻ അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ മീനിന് ഉളുമ്പ് മണമൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതാ ഞാൻ മീൻ നല്ലതുപോലെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകിന് പകരം പച്ചമുളകും ഉപയോഗിക്കാം. കടുക് വറുക്കുന്നതിനായിട്ട് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് എരിവുള്ള മുളക് പൊടിയല്ല, എന്നാൽ അത്യാവശ്യം എരിവുമുണ്ട്. അപ്പം ഞാനൊരു 2.5 സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പൗഡറിൻ്റെയൊക്കെ പച്ചമണമൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളി കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പൗഡറിൻ്റെ നമ്മുടെ മുളക് പൊടിയൊക്കെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളി കൂടി അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ ഒരു തേങ്ങ പാല് പിഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം തിൻ മിൽക്ക്, കട്ടിയില്ലാത്ത 2ാമത്തെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5 കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു തിള വരാനായിട്ട് വിടാം. അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മീനെല്ലാം കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ മേളിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങാപ്പാൽ കവറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കറി ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലെല്ലാം പറ്റി കഷ്ണത്തിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കഷ്ണം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൻപാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാല് തിക്ക് മിൽക്കാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി അപ്പം നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് തിള വരാനായിട്ട് വിടാം. അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉള്ള കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരുന്ന ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ഭംഗി കൂട്ടുന്നതിനായിട്ട് ഞാനൊരു ചെറിയ സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയും ഒന്ന് മൂത്ത് വന്നു. ഇനി ഇത് നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല കറിയാണ്. വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.